ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് അക്കൗണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചാപ്റ്ററിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ ഗ്യാപ്. അക്കൗണ്ടിങ്ങിലെ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി തരാം കേട്ടോ. സോ ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. വാട്ട് ഈസ് ഗ്യാപ്? ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഗ്യാപ് എന്ന് നോക്കാം. ഈ ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം ആണ് ജി സ്റ്റാൻഡ്സ് ഫോർ ജനറലി, എ സ്റ്റാൻഡ്സ് ഫോർ ആക്സെപ്റ്റഡ്, എ സ്റ്റാൻഡ്സ് ഫോർ അക്കൗണ്ടിങ്, പി സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് ഇതിൻ്റെ ഫുള്ള്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും നിർബന്ധമായി ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം പൊതുവായ നിയമങ്ങളാണ് ഈ ഗ്യാപ്പിൽ ഉൾപ്പെടുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പല കമ്പനികളും പല രീതിയിൽ അക്കൗണ്ടിങ് എഴുതി കഴിഞ്ഞാൽ അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ടിങ്ങിൽ ഒരുപോലെ യൂണിഫോമിറ്റിയും വ്യക്തതയും വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാപ്പ് ഉപയോഗിക്കുന്നു. So we can say a common set of rules, concepts and guidelines used for preparing financial statement is called gap. Gap എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസും കോൺസെപ്റ്റ്സും ഗൈഡ് ലൈൻസും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് എൻഷോർസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഈസ് യൂണിഫോം, കൺസിസ്റ്റൻറ്റ് ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ബൈ ഓൾ യൂസേഴ്സ്. അപ്പോൾ ഇങ്ങനെ യൂണിഫോമിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ യൂസേഴ്സിനും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. Supported and implemented by professional accounting bodies like ICAI. ഇന്ത്യയിൽ ഇതിന് നേതൃത്വം നൽകുന്നത് ICAI ആണ്, അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ഓഫ് ഇന്ത്യ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ പൊതുവായിട്ട് വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മാൻമെയ്ഡ് ആണ്. ഓക്കെ, derived from practical experience and usage, not laboratory testing. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് എക്സ്പീരിയൻസുകളിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു യൂസേജ് എവിടേക്കാണ് എന്നൊക്കെ നോക്കിയിട്ട് ഡിറൈവ് ചെയ്ത ഒരു മാൻമെയ്ഡ് സംഭവമാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് ഫ്ലെക്സിബിൾ. ദേ ഇവോൾവ് ഓവർ ടൈം ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് ബിസിനസ് എൻവയൺമെൻറ്റ്. ബിസിനസ് എൻവയൺമെൻറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. മൂന്നാമത്തത് കോർ ക്രൈറ്റീരിയ മസ്റ്റ് ബി റെലവൻറ്റ്. ഇത് റെലവൻ്റ് ആയിരിക്കണം. റെലവൻ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗപ്രദമായിരിക്കണം. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. വ്യക്തിപരമായിട്ടുള്ള പക്ഷാതാപങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തത് ഫ്ലീസിബിലിറ്റി. ആപ്ലിക്കബിൾ വിത്തൗട്ട് അൺഡ്യൂ കോംപ്ലക്സിറ്റി. അതായത് എളുപ്പത്തിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയണം. അത് ഈ മൂന്നുമാണ് ഇതിൻ്റെ കോർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ്. അക്കൗണ്ടിങ്ങിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബിസിനസ് ഭാവിയിൽ ഒരിക്കലും പൂട്ടിപ്പോവില്ലെന്നും ഒരുപാട് കാലം മുന്നോട്ട് തന്നെ വിജയകരമായിട്ട് പോകുമെന്നുള്ളൊരു ഉറച്ചൊരു തീരുമാനം ഉണ്ടാവില്ലേ, അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് സീസ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഫോർ എൻ ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരിയഡ്. നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും കാലം അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു തോട്ടിലാണ് ബിസിനസ് എല്ലാവരും തുടങ്ങുന്നത്. അല്ലാണ്ട് നാളെ പൂട്ടിപ്പോണം എന്ന് കരുതി ആരും തുടങ്ങില്ലല്ലോ. അപ്പോൾ അതന്നെയാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. There is no intention or need to close down or significantly reduce ഓപ്പറേഷൻ. ഒരു ക്ലോസ് ഡൗൺ ചെയ്യില്ല എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉള്ളത് കൊണ്ടാണല്ലോ എല്ലാ ബിസിനസ്സും വരുന്നത്. നമ്മൾ ഈ വാങ്ങുന്ന വലിയ അസറ്റുകളൊക്കെ അതിൻ്റെ ചിലവുകൾ ഉണ്ടാവുമല്ലോ, ഡിപ്രിസിയേഷൻ നമ്മൾ ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്യാത്തത്. നമ്മൾ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അവയുടെ അസറ്റിനനുസരിച്ച് ഓരോ വർഷം ചെറിയ തുകകളായിട്ടാണ് ഡിപ്രിസിയേഷൻ നമ്മൾ കണക്കാക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഡിപ്രിസിയേഷൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് വൈ അസറ്റ് ആർ റെക്കോർഡഡ് അറ്റ് കോസ്റ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓവർ ദെയർ യൂസ്ഫുൾ ലൈഫ് റേദർ ദാൻ ബീയിങ് ഫുള്ളി എക്സെംപ്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചിലവൊന്നും കണക്ക് കൂട്ടാത്തതും ഡിപ്രിസിയേഷൻ ഓരോ വർഷത്തിൽ ഇങ്ങനെ കുറച്ച് എമൗണ്ട് കാണിക്കുന്നതും ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. സെക്കൻഡ് വൺ ആണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സും അതിൻ്റെ ഓണറും ലീഗലായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ എല്ലാ ഇടപാടുകളും അഥവാ ട്രാൻസാക്ഷൻസും ഓണറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ കണക്കിലെടുത്തിട്ടല്ല ചെയ്യാം. ഓക്കെ, എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. Every financial transaction is recorded strictly from the viewpoint of the business. ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിലാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അല്ലാതെ ഓണറുടെ വ്യൂ പോയിന്റിലല്ല.
നമ്മളുടെ ഈ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതുപോലും ബിസിനസ് അക്കൗണ്ടിങ്ങിൽ ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഓണർ സ്വന്തം ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് പണമോ സാധനങ്ങളോ എടുത്താൽ അതിനെ ഡ്രോയിങ്സ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ലയബിലിറ്റി ആയിട്ടും കണക്കാക്കുന്നുണ്ട്. ഓണർ വിഡ്രോ ചെയ്യുന്ന പേഴ്സണൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്താൽ അത് ഡ്രോയിങ്സ് ആയിട്ടും കണക്കാക്കുന്നത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. നെക്സ്റ്റ് തേർഡ് കോൺസെപ്റ്റ് ആണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത് പണത്തിൻ്റെ മൂല്യത്തിൽ മാത്രം അളക്കാൻ കഴിയുന്ന ഇടപാടുകളെ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൺലി ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ടേംസ് ഓഫ് മണി ആർ റെക്കോർഡഡ്. പൈസ മൂല്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ 10 ലക്ഷം രൂപയുടെ സെയിൽസ് നടന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എഴുതാൻ പറ്റും അക്കൗണ്ട്സിൽ. പക്ഷേ നമ്മുടെ കമ്പനിയിലെ ജീവനക്കാരുടെ കഴിവ്, മാനേജറിന്റെ നല്ല പെരുമാറ്റം, അത് ബിസിനസ്സിന് എത്ര വലിയ ലാഭം ഉണ്ടാക്കിയാലും അത് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ഇത് അക്കൗണ്ടിങ്ങിന്റെ വലിയൊരു ലിമിറ്റേഷൻ ആണ്. സോ ലിമിറ്റേഷൻ വി ക്യാൻ സേ നോൺ മോണിറ്ററി ഫാക്ട്സ് ലൈക്ക് സ്റ്റാഫ് ക്വാളിറ്റി ഓർ ഗുഡ് ഇൻഡസ്ട്രിയൽ relation are completely ignored. It assumes money has a static value falling to accounting for inflation. മണി മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. ഫോർത്ത് കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരിയഡ് ഓർ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്. നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റിൽ പറഞ്ഞില്ലേ, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ ബിസിനസ് ഒരുപാട് കാലം മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ ബിസിനസ് മൊത്തം പൂട്ടിക്കഴിഞ്ഞിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ ഒരു ലൈഫിനെ നമ്മൾ സാധാരണയായിട്ട് അക്കൗണ്ടിങ്ങിൽ 12 മാസമാക്കി മാറ്റും. അതായത് 1 ഇയർ. അങ്ങനെ ഈ 1 ഇയർ വീതമുള്ള ചെറിയ ചെറിയ കാലയളവുകളായിട്ട് മാറ്റാറുണ്ട്. ആണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, എത്ര ലോസ് ആണ് കമ്പനിക്ക് ഉണ്ടായത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് സേസ് ദാറ്റ് ദ ഇൻഡിഫിനിറ്റ് ലൈഫ് ഓഫ് എ ബിസിനസ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു സ്മോളർ റെഗുലർ ടൈം ബ്ലോക്സ്, യൂഷ്വലി എ പീരിയഡ് ഓഫ് 12 months. The financial performance, profit and loss and financial position, balance sheet need to be measured and viewed periodically rather than waiting until the business closed down. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 ഇയർ കാലാവധിയാക്കിയിട്ട് മാറ്റുന്നത്. നോർമലി അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യാം April 1st to March 31st വരെയാണ്. ഓക്കെ, ഫിഫ്ത്ത് കോൺസെപ്റ്റ് ആണ് കംപ്ലീറ്റ് ഓർ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ബിസിനസ്സിലെ പ്രധാനപ്പെട്ട എല്ലാ ഫിനാൻഷ്യൽ വിവരങ്ങളും ഒളിച്ചു വയ്ക്കാതെ വ്യക്തമായിട്ട് സത്യസന്ധമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണമെന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ഗീവ് എ കംപ്ലീറ്റ്, true and full disclosure of all material economic information in an understandable manner. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കളയാതെ എല്ലാം ട്രൂ ആയിട്ട് ഫെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനും ബാങ്കിനും ബിസിനസ്സിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പാർട്ട് ഫ്രം ലീഗൽ ഒബ്ലിഗേഷൻ, ഗുഡ് അക്കൗണ്ടിംഗ് പ്രാക്ടീസ് റിക്വയർസ് ദാറ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ് ഫാക്ട്സ് ബി റിലീവ്ഡ്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഫാക്റ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ താഴെ ഒരു ഫുട് നോട്ടായിട്ട് എഴുതി കാണിക്കുകയും വേണം കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് റവന്യൂ റിക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പണം എപ്പോഴാണ് കയ്യിൽ കിട്ടിയത് എന്നതല്ല ഇമ്പോർട്ടൻറ്റ്, വരുമാനം എപ്പോൾ ഏൺ ചെയ്തു എന്നതാണ് ഇവിടെ അടിസ്ഥാനമായിട്ട് നോക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഏൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം, കിട്ടുമ്പോഴല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫെബ്രുവരി മാസത്തിൽ ഒരാൾക്ക് കടമായിട്ട് ക്രെഡിറ്റിന് സാധനങ്ങൾ വിറ്റു എന്ന് വിചാരിച്ചു. അയാൾ അതിനുള്ള പണം നമുക്ക് തരുന്നത് ഏപ്രിലാണെങ്കിൽ പോലും വിൽപ്പന കൃത്യമായി നടന്നത് ഫെബ്രുവരിയിലാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഫെബ്രുവരിയിൽ തന്നെ ഇത് നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. അപ്പോൾ അതാണ് റവന്യൂ റിക്കഗ്നൈസേഷൻ കോൺസെപ്റ്റ്. എപ്പോഴാണ് അത് ഏൺ ചെയ്യുന്നത് അപ്പോൾ തന്നെ അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. റവന്യൂ ഈസ് റിക്കഗ്നൈസ്ഡ് ഇൻ ദി ബുക്ക് വെൻ ഇറ്റ് ഈസ് ഏൺഡ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദി ക്യാഷ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഓർ നോട്ട്. ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കണ്ട, സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അക്കൗണ്ടിങ് ബുക്കിൽ എഴുതി വെക്കണം.
അപ്പോൾ കീ മീനിങ് എന്താണെന്ന് വെച്ചാൽ റവന്യൂ ഈസ് ദി ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് ഓർ റിസീവബിൾസ് അറൈസിങ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ് റെൻഡറിങ് സർവീസസ് ഓൺ ഏർണിംഗ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് സെല്ല് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടോ ഡിവിഡൻഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ക്യാഷോ അല്ലെങ്കിൽ റിസീവബിൾസ് അല്ലെങ്കിൽ ക്രെഡിറ്റിനോ നമ്മൾ എന്തെങ്കിലും വരുമാനം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ. 7th കോൺസെപ്റ്റ് ആണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ഓർ എവിഡൻസ് കോൺസെപ്റ്റ്. ഓക്കെ, നോർമലി എവിഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ എഴുതുന്ന എല്ലാ ട്രാൻസാക്ഷൻക്കും കൃത്യമായിട്ടുള്ളൊരു തെളിവ് അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം. ലൈക്ക് ബിൽസോ അല്ലെങ്കിൽ റെസിപ്റ്റ്സോ ഇങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടാവണം. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ആൾ റെക്കോർഡഡ് ബിസിനസ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ആൻഡ് സപ്പോർട്ടഡ് ബൈ ആൻ ഒബ്ജക്റ്റീവ് എവിഡൻസ്. ഒരു എവിഡൻസ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതായത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് ഈ ഒരു തെളിവ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. ബില്ലായിട്ടോ റെസിപ്റ്റ് ആയിട്ടോ. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് മസ്റ്റ് ബി ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് ഓർ ജഡ്ജ്മെന്റ് എൻഷോറിംഗ് റിലയബിലിറ്റി ആൻഡ് വെരിഫയബിലിറ്റി. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനിലും ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കും. പേഴ്സണൽ ബയാസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ്സ് ഉണ്ടാവില്ല. ഈ അക്കൗണ്ടിങ് വിശ്വസിക്കാൻ പറ്റുന്ന ഭയങ്കര വെരിഫയബിളും റിലയബിളും ആണെന്ന്. അപ്പം ഇങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ഇത് സത്യമാണെന്നുള്ളത്. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാച്ചിങ് പ്രിൻസിപ്പിൾസ്. ഏതെങ്കിലും ഒരു പ്രത്യേക വർഷത്തെ അന്ന് ആ ഒരു വർഷം സംഭവിച്ച ലാഭം നഷ്ടങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ ആ വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ള വരുമാനം അഥവാ റവന്യൂ, അതുപോലെ തന്നെ ആ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെലവുകൾ ഉണ്ടാവുമല്ലോ, എക്സ്പെൻസസ്. ഈ റവന്യൂവും ഈ എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്യണം. നിങ്ങളൊരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെലവഴിച്ചിട്ടുണ്ടാവുമല്ലോ, ആ എക്സ്പെൻസും ഈ റവന്യൂവും തമ്മിൽ ഈക്വൽ ആവണം എന്ന് പറയുന്നത്. എക്സ്പെൻസസ് ഇൻക്വയർഡ് ടു ഏൺ റവന്യൂ ഈസ് എ സ്പെസിഫിക് അക്കൗണ്ടിംഗ് പീരിയഡ് മസ്റ്റ് ബി മാച്ച്ഡ് എഗെയിൻസ്റ്റ് ദി എക്സാക്ട് സെയിം റവന്യൂ. ആ റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യപ്പെടണം. When determining the profit and loss of a year, all revenue earned and all related costs incurred during that year must be taken into account, whether paid or not. നമ്മൾ whether paid or not എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ നിന്ന് പണം കൊടുത്തോ കൊടുത്തില്ലയോ എന്ന് നോക്കണ്ട, ഇത് രണ്ടും മാച്ച് ആണോ എന്ന് നോക്കിയാൽ മതി. ഈ ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. 9ാമത്തെ കോൺസെപ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഒരു അസറ്റ് നിങ്ങൾ മേടിക്കുമ്പോൾ ആ അസറ്റിൻ്റെ ആക്ച്വൽ പർച്ചേസ് പ്രൈസ്, അത് മേടിക്കുമ്പോൾ ആ വില ഉണ്ടല്ലോ, അത് മാത്രമാണ് അക്കൗണ്ടിംഗ് ബുക്കിൽ കാണിക്കുക. An asset is recorded in the books of account at the actual cost price paid to acquire it. അത് മേടിക്കാനുള്ള ആക്ച്വൽ പ്രൈസ് മാത്രമേ കാണിക്കുള്ളൂ. ദിസ് ഒറിജിനൽ കോസ്റ്റ് ഫോംസ് ദ ബേസിസ് ഫോർ ഓൾ സിസ്റ്റമാറ്റിക് അക്കൗണ്ടിങ് ഓഫ് ദി അസെറ്റ് ഗോയിങ് ഫോർവേഡ്. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ നിർണ്ണയിക്കുക. ഇൻഫ്ലേഷൻ കാരണം ഈ ഒരു അസറ്റിന് മാർക്കറ്റ് വാല്യൂ എത്ര കൂടിയാലും കുറഞ്ഞാലും നമ്മൾ വാങ്ങിയ ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ, ആ ഒറിജിനൽ വാല്യൂവിൽ നിന്ന് ഓരോ വർഷവും ഡിപ്രിസിയേഷൻ മാത്രം കുറച്ച് ബാക്കി തുക ആണ് കാണിക്കുക. ഇതിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 10th ആണ് അക്രൂവൽ കോൺസെപ്റ്റ്. ഇന്നത്തെ മോഡേൺ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ അക്രൂവൽ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റിക്കഗ്നൈസ്ഡ് ആസ് ദേ ആർ ഏൺഡ് ഓർ ഇൻക്വയർഡ്. അതായത് ഒരു ബിസിനസ്സിൽ ഇടപാട് നടക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മൾ റവന്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ അപ്പോൾ തന്നെ എഴുതി വെക്കണം. കംപ്ലീറ്റ്ലി ഇഗ്നോറിങ് ദി ആക്ച്വൽ ഡേറ്റ് ഓഫ് ദി ക്യാഷ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്. ക്യാഷ് അല്ലെങ്കിൽ പണം എപ്പോഴാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത് അല്ലെങ്കിൽ പണം എപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു ദിവസം വരെ കാത്തിരിക്കേണ്ടില്ല. എപ്പോഴാണ് ഇൻകർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏൺ ചെയ്യുന്നത് അപ്പോൾ തന്നെ അത് എഴുതി വെക്കണം. The key meaning is a transaction is recorded at the time it takes place and enters the books, not when the final cash settlement happens. ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യാത്ത മിക്ക കമ്പനികളും ഈ അക്രൂവൽ സിസ്റ്റം വഴിയാണ് കേട്ടോ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിനെ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 വശങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആ 2 വശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡെബിറ്റും മറ്റേത് ക്രെഡിറ്റും ആണ്.
So every business transaction has a two-fold effect involving a debit and a credit of equal amount. ഈ ഡെബിറ്റിന്റെ എമൗണ്ടും ക്രെഡിറ്റിന്റെ എമൗണ്ടും ഈക്വൽ ആയിരിക്കും കേട്ടോ. സോ ഫോർ എവറി ഡെബിറ്റ് ദർ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആൻഡ് വിസ് വേഴ്സ. അപ്പോൾ ഒരു ഡെബിറ്റിന് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെബിറ്റ് ഉണ്ടാവും. നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്ന അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. ഈ ഒരു ഇക്വേഷൻ ഉണ്ടാവാൻ കാരണം തന്നെ ഈ ഒരു ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി എന്നുള്ളത്. ഓക്കെ, 12ാമത്തെ കോൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ബിസിനസ്സിൻ്റെ തീരുമാനങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ, മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് കൃത്യമായി തന്നെ കാണിക്കണം. ഓക്കെ, അതായത് നമ്മൾ അതിലൊരു ഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തരുത്. റിലേറ്റീവ് ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റാങ്ക്ട് ഡിസ്ക്ലോഷർ ട്രൈവൽ ഐറ്റംസ് ക്യാൻ ബി ക്ലബ്ഡ് ടുഗെദർ ഓർ ഇഗ്നോർ ടു അവോയ്ഡ് ക്ലറ്ററിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര പ്രധാനമായിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് ഒക്കെ നമ്മൾ കാണിക്കണം എന്നാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 50 രൂപയുടെ ഒരു പെൻസിൽ വാങ്ങി അത് ആ വരും വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ളൊരു അസറ്റ് ആണെന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സമയം കളയാതെ അതിന് നേരെ ആ വർഷത്തെ സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ട് ഇതിനെ എഴുതി ഒഴിവാക്കാം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, മെറ്റീരിയൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. നെക്സ്റ്റ് വൺ ആണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് നമ്മൾ ഒരു പ്രത്യേക രീതിയോ അല്ലെങ്കിൽ ഒരു നിയമമൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ഒരു കമ്പനി ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ വർഷവും ഒരുപോലെ തന്നെ തുടരണം. ഓക്കെ, അതായത് അവരുടെ അക്കൗണ്ടിങ് പോളിസിയും പ്രാക്ടീസും ഒന്നും ഇടയ്ക്ക് ഇങ്ങനെ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ് വൺസ് ചൂസൺ ഷുഡ് ബി അപ്ലൈഡ് കൺസിസ്റ്റൻ്റ്ലി ഫ്രം ഇയർ ടു ഇയർ. Changing method continuously makes financial comparison across different years impossible. ഇങ്ങനെ ചേഞ്ചസ് അവർ ഇടയ്ക്കിടയ്ക്ക് വരുത്തി കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ ഒന്നും ഇത് പോസിബിൾ അല്ലാത്തൊരു രീതി വരും. നമ്മളിപ്പോൾ ഡിപ്രിസിയേഷൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ നമുക്ക് 2 മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് WDM, ഓക്കെ, പിന്നെ SLM സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ഏത് മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റാൻ പാടില്ല. 14ാമത്തെ കോൺസെപ്റ്റ് ആണ് കൺസർവാറ്റിസം ഓർ പ്രുഡൻസ് കോൺസെപ്റ്റ്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇവിടെ അക്കൗണ്ട്സ് ഫോർ ഓൾ എക്സെപ്റ്റഡ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ബട്ട് ഡു നോട്ട് അക്കൗണ്ട് ഫോർ എക്സ്പെക്റ്റഡ് ഗെയിൻസ് ആൻഡ് ഇൻകംസ്. അപ്പോൾ എന്താ പറയുന്നത്, ബിസിനസ്സിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ, പോസിബിൾ ആയിട്ടുള്ള ലോസസ് മുൻകൂട്ടി കണ്ടിട്ട് അതിന് ഇപ്പോൾ തന്നെ കരുതലെടുക്കുക, നമ്മൾ ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന പോലെ. ഓക്കെ, എന്നാൽ വരാൻ പോകുന്ന പ്രോസ്പെക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഗെയിൻസ് കയ്യിൽ കിട്ടുന്നവരെ മുൻകൂട്ടി നമ്മൾ കണക്ക് കൂട്ടരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ലോസസ് മുൻകൂട്ടി പ്രതീക്ഷിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കണം, പക്ഷേ ഇൻകം നമ്മൾ വരും എന്ന് കരുതി ഇരിക്കരുത് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഓഫൻ സ്റ്റേറ്റഡ് ആസ് ഡു നോട്ട് ആൻറ്റിസിപ്പേറ്റ് എ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് വിലയിരുത്തുമ്പോൾ കുറഞ്ഞ വില നോക്കുന്നതും ബാഡ് ഡെപ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻസ് തയ്യാറാക്കുന്നതും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ടൈംലിനെസ് കോൺസെപ്റ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യസമയത്ത് തയ്യാറാക്കി അതിൻ്റെ യൂസേഴ്സിന് നമ്മൾ നൽകണം എന്നാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്. ഒരു വർഷത്തെ റിപ്പോർട്ട് അടുത്ത വർഷം കാണിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് യാതൊരു ഉപകാരം ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടേണ്ടത് ഇപ്പം തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ മസ്റ്റ് ബി പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ടു യൂസേഴ്സ് വിത്തിൻ എ റീസണബിൾ ആൻഡ് യൂസ്ഫുൾ ടൈം ഫ്രെയിം. ഈ വർഷത്തെ വിവരങ്ങൾ അടുത്ത വർഷം കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഏത് യൂസേഴ്സും ആവട്ടെ അവർക്ക് യാതൊരു പ്രയോജനമില്ലല്ലോ. അപ്പോൾ വിവരങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആർ ഡിലേഡ് സിഗ്നിഫിക്കൻ്റ്ലി, ദേ ലൂസ് ദെയർ റെലവൻസ് ആൻഡ് പവർ ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഫസ്റ്റ് വൺ, Case A, production manager want to show good industrial relation in the accounts. അപ്പോൾ ഇത് ഏത് കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഇഗ്നോർസ് ദ റിലേഷൻഷിപ്പ് ഒക്കെ ഇഗ്നോർ ചെയ്യും. ഓൺലി മണി ഫാക്ടർ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ നോക്കാം. ലോങ് ടേം സക്സസ് ഇസ് ഡൗട്ട്ഫുൾ ഡ്യൂ ടു ഹെവി മാർക്കറ്റ് കോമ്പറ്റീഷൻ. ഹെവി മാർക്കറ്റ് കോമ്പറ്റീഷൻ കാരണം സക്സസ് ഉണ്ടാവുമെന്ന് ഡൗട്ട്ഫുൾ ആണ്. ഇത് ഏത്
ഏത് കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ ഡൗട്ട്സ് കൊണ്ട് മാത്രം നമ്മളുടെ ബിസിനസ് നമ്മൾ ക്ലോസ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ കുറക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് കേസ് സി, ബൈങ് പെൻസിൽ ഫോർ ₹50 ദാറ്റ് റിമെയിൻ അൺയൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഇത് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ വരുന്നതാണ്. ഡെബിറ്റഡ് ഡയറക്ട്ലി ടു ദി സ്റ്റേഷനറി ബിക്കോസ് ദി എമൗണ്ട് ഇസ് ടു സ്മോൾ ടു ട്രാക്ക് ആസ് എ ലോങ് ടേം അസെറ്റ്. ലോങ് ടേം അസെറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അത്. അതുകൊണ്ട് നമ്മൾ സ്റ്റേഷനറി ഐറ്റത്തിൻ്റെ എക്സ്പെൻസസിലോട്ട് ഇത് എഴുതി ചേർക്കുകയാണ് ചെയ്യാറ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ അക്കൗണ്ട്സിലെ 3rd ചാപ്റ്റർ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെയിലി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.